പ്രശ്നം വരുമ്പോൾ വീണ്ടും മനസ്സിന്റെ വേറൊരു ഭാഗം മരവിപ്പിക്കും. അതെങ്ങനെ മരവിച്ച് 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 ചത്തുറഞ്ഞു ഒരു തണുത്ത ഐസ് കട്ടയായി പോലെ ഇരിക്കും. അപ്പോ സന്തോഷമുള്ള ദിവസങ്ങൾ വന്നാലും സന്തോഷിക്കാൻ കാരണങ്ങൾ വന്നാലും നിങ്ങൾ സന്തോഷിക്കില്ല. എനിക്കൊരു സുഖമില്ല, ഗ്ലൂമിയാണ്, കരച്ചിലാണ്, സങ്കടമാണെന്ന് പറഞ്ഞ് സ്വയം നിങ്ങൾ ഐസ് കട്ടയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടും. കാരണം മനസ്സ് മരവിച്ചു പോയി. എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനർജി ഇല്ല, ഊർജമില്ല, പറ്റുന്നില്ല. കരയാൻ വേണ്ടി കാരണങ്ങൾ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഡ്ഢികളായ മനുഷ്യർ. ആ ഒരവസ്ഥ ഡിപ്രഷൻ ഇല്ലേ? ഡിപ്രഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ, മരുന്ന് കഴിക്കുന്നത് നമ്മൾ. എനിക്ക് പറ്റുന്നില്ല എന്നാ പറയണേ. ഇവിടെ മോള് നീട്ടി പിടിക്കും, നീട്ടി പിടിക്കും. ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം. ഈ കപ്പ് എത്ര നേരം ഈ കുട്ടിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? കൈ വേദനിക്കുന്നില്ല, അതിന് ടൈമുണ്ടോ? എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും? വേദനിക്കുന്നോ? കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ വേദനയെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പയ്യെ വിടാതെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുന്നതെന്ന് പറയട്ടെ. ഇവിടെയുള്ള വെയിൻ ബ്ലഡ് സർക്കുലേഷൻ പതുക്കെ നിൽക്കും. പതുക്കെ ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ പാരലൈസ്ഡ് ആവും, തളർന്നു പോകും. ഓരോ ഭാഗം വിരല് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, കാരണം സ്റ്റിഫായിട്ട് നിൽക്കുക. പാരലൈസ്ഡ് ആവും. ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോഴേ ഭയങ്കര അസ്വസ്ഥത തുടങ്ങിയില്ലേ? കുറേ നേരം കഴിയുമ്പോൾ പാരലൈസ്ഡ് ആയി പോകും, തളർന്നു പോകും. ഇത് തന്നെയാ നമ്മുടെ ലൈഫിൽ അനാവശ്യമായ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ മനസ്സിൽ ഇല്ലേ? ദേഷ്യം, സങ്കടം, വെറുപ്പ്, വൈരാഗ്യം, നിരാശ, ദുഃഖങ്ങള്, അവൻ പറഞ്ഞത്, അവൾ പറഞ്ഞത്, എനിക്ക് പറ്റില്ല, ഞാൻ കൊള്ളില്ല, എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ മന്ദബുദ്ധിയാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ തൊടുന്നതൊക്കെ പരാജയമാ, ഭാര്യയ്ക്ക് എന്നെ വേണ്ട, മക്കൾക്ക് എന്നെ വേണ്ട, ഭർത്താവിന് എന്നെ വേണ്ട, ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്നുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം മനസ്സ് മരവിക്കുക, പാരലൈസ്ഡ് ആയി, ജീവനില്ല. ഈ ജീവനില്ലാത്ത അവസ്ഥ ഡിപ്രഷൻ. അപ്പൊ ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റ് ടാബ്ലറ്റ് തരും. നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു കീ ഉണ്ട്, ഒരു താക്കോലുണ്ട്, ജീവൻ ഉണ്ടാക്കാനും നശിപ്പിക്കാനും. എന്തിനാ നമ്മൾ അതിനനുവദിക്കണേ? എന്തിനാ അനാവശ്യമായിട്ട് ഇങ്ങനൊരു കപ്പ്, അതിനകത്ത് കുറേ വേസ്റ്റുകൾ, ചീഞ്ഞ സാധനങ്ങളും കൂടി ഇട്ടിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വേസ്റ്റ് കൊണ്ട് കളയേ. നമ്മുടെയൊക്കെ വീട്ടില് ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് തുറന്നാ എനിക്ക് വന്ന പകുതി സാധനവും പഴയ സാധനങ്ങളായിരിക്കും. ഇഡ്ഡലിക്ക് കുറച്ച് ചട്നി കൂടിപ്പോയാൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേന്ന് പുതിയ ചട്നി ഉണ്ടാക്കിയാൽ ഇതെടുക്കേല ഇല്ലേ? പഴയ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കും, എടുക്കാൻ മറന്നു പോകും. അതുപോലെ ഒരു വേസ്റ്റ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. വെച്ച് അത് പിന്നെ ചീഞ്ഞ് നാറും. ആ വേസ്റ്റ് ബോക്സ് ഒക്കെ എടുത്ത് കളയുക. വെറുപ്പ് മാറ്റ്, ദേഷ്യം മാറ്റ്. അപ്പൊ ദൈവം അവിടെ വന്നിരിക്കും. അപ്പം ധൈര്യം കിട്ടും, പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, നന്നായിട്ട് ചിന്തിക്കാൻ പറ്റും, ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വരും. നല്ല ചിന്തകളുള്ളവർക്കേ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും കാണാനും കേൾക്കാനും പറ്റൂ. ഒരുപാട് നിരാശയിൽ ഡിപ്രഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. സത്യമാ പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഒരുമാതിരി ഒടിഞ്ഞു കുത്തി എനിക്ക് പറ്റില്ല എന്നിരിക്കുന്നു. ഒരാൾ